ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഗിരിയേട്ടൻ എന്താ ഇങ്ങനെ വേഷം മാറിയിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്നെ? എല്ലാത്തിനും ഒന്ന് ഉത്സാഹിക്കണ്ടേ? മഞ്ജു ഇല്ലാത്തതിന്റെ വിഷമാണോ? മഞ്ജു പോയാലും അവളുടെ ഒരു കുറവില്ലാതെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്രീതി, മഞ്ജു എന്താ ഈ വേഷത്തില്? സ്റ്റേഷനിലേക്ക് പോകുന്നില്ലേ? ഇല്ല. അപ്പൊ ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞത്? ലീവ് തരില്ലെന്ന് തന്നെ ഐശ്വര്യ മാഡം പറഞ്ഞത്. അപ്പോഴാ ഞാൻ ആലോചിച്ചത്, ഐശ്വര്യ മാഡം അങ്ങനെ പറഞ്ഞാ എനിക്കെന്താ? ഞാൻ എന്തായാലും ഈ കേസ് കഴിഞ്ഞാ ജോലി വേണ്ടെന്ന് വെക്കാനല്ലേ പോകുന്നത്. പിന്നെന്തിനാ അവര് പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത്? എനിക്ക് വലുത് എന്റെ കുടുംബം തന്നെയാണ്. ഇവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ ലീവ് തന്നില്ലെങ്കിൽ ഞാൻ ആ ജോലി പോട്ടേന്ന് വെക്കും. അതേതായാലും നന്നായി. നീ ഇല്ലായിരുന്നെങ്കിലേ ഈ ആഘോഷം നടത്തുന്നതിൽ ഒരു അർത്ഥമില്ലാതായി പോയേനെ. ഞാനില്ലാത്തോണ്ട് എന്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ എന്റെ സ്ഥാനം വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഗിരി, മുകുന്ദൻ എത്തിയല്ലോ. വാടാ. നീ നേരത്തെ എത്തിയല്ലോ. എത്തിയില്ലെങ്കിലേ നീ വീട്ടിലൊന്ന് പൊക്കൂന്നല്ലായിരുന്നോ ഭീഷണി? വെറുതെ ഓണായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി. സന്തോഷം. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മയ്ക്ക് മുകുന്ദനെ ഫേസ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമല്ലേ. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അത് നീ തന്നെ അമ്മയോട് സംസാരിച്ച് ഒരു തീർപ്പാക്ക്. ഇല്ലെങ്കിലേ നീ പോകുന്നത് വരെ അമ്മ ഇങ്ങനെ ഒളിച്ചു കളിക്കും. നമ്മളും കൂടെ പോണോ? എന്തിനു? അവര് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ പരസ്പരം കണ്ടു തുടങ്ങിയത്. എല്ലാം അവര് തന്നെ സംസാരിച്ച് തീർത്തോളൂ. നീ വാ. അമ്മ എന്താ എന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല മോനെ. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് നന്നായി അറിയാം. നീയും ഗിരിയുമായിട്ടുള്ള ബന്ധം എത്ര ആഴമുള്ളതാണെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും ഞാൻ നിങ്ങളോട് സ്വപ്നയെ പറ്റിയുള്ള സത്യം പറയാഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പരസ്പരം വഴക്ക് കൂടിയിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നു. ദൈവം പോലും എന്നോട് പൊറുക്കില്ല. അങ്ങനെയൊന്നും പറയല്ല അമ്മേ. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന നിങ്ങൾ തമ്മിലടിച്ച് പിരിയുന്ന ഘട്ടം വരെ എത്തിയത് സ്വപ്ന പറഞ്ഞ നുണ കൊണ്ട് മാത്രമാണ്. ഞാനും അതിന് കൂട്ടുനിന്നില്ലേ? സ്വന്തം മകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനെ അമ്മയാർക്കും കുറ്റം പറയാനൊന്നും പറ്റില്ല. സ്വപ്ന ഗർഭിണിയല്ലെന്ന് ഞാൻ എങ്ങാനും ഗോപാലിനെ അറിയിച്ചാൽ അവൾക്ക് അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അമ്മ ചിന്തിച്ചാണോ? പക്ഷെ അവളുടെ നല്ലതിന് വേണ്ടി നമ്മുടെ കുടുംബം മുഴുവൻ നശിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ. നിങ്ങളോട് സത്യം പറയാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അതിനെനിക്ക് സാധിച്ചില്ല. അമ്മയെ സ്വപ്ന എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും അല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് ഉറപ്പായിരുന്നു. എന്തെങ്കിലും കാരണമില്ലാതെ അമ്മ അവളുടെ തെറ്റിന് കൂട്ടു നിൽക്കില്ല എന്ന് എനിക്കറിയാം. അതെന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്ക് ആരോടൊരു പരാതിയുമില്ല. ദേ, എന്നോടൊരു കുറ്റബോധമില്ലാതെ പഴയ സ്വാതന്ത്ര്യത്തോടെ അമ്മയ്ക്ക് സംസാരിക്കാം.
ആഹാ, നിങ്ങളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്താൻ തോന്നുന്നു. എന്താ തനിക്കതിൽ വിഷമമുണ്ടോ? ഹേയ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗിരിയേട്ടന് ആകെയുള്ള ഒരു കൂട്ടുകാരനല്ലേ മുകുന്ദൻ. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. താനേ നാക്കുകൊണ്ട് എത്ര നന്നായിട്ട് നുണ പറഞ്ഞാലും തന്റെ കണ്ണ് തന്നെ ചതിച്ചു. താൻ പറയുന്ന നുണയാണെന്നേ ദേ ഈ കണ്ണ് കണ്ടറിയാം. നീ ഗിരിക്കും ഈ കുടുംബത്തിനും ദോഷം ഉണ്ടാക്കാനാണ് ഇവിടെ ഇങ്ങനെ അട്ടേ പോലെ കടിച്ചൂങ്ങി കിടക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.